ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. നമ്മളോടൊപ്പം ജോസഫ് സെബാസ്റ്റ്യൻ ഇന്ന് എത്തിയിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്നത്തെ വാർത്താമാധ്യമങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും, വളരെ രാഷ്ട്രീയ രംഗത്തെ ഇളക്കിമറിച്ച ഒരു വാർത്താ പ്രാധാന്യമുള്ള ന്യൂസുകളായിരുന്നു ഇന്നത്തെ നമ്മുടെ മീഡിയകൾ മൊത്തം. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മാതൃകയായിട്ട് കൊണ്ടുനടക്കേണ്ട വ്യക്തിയിൽ നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വിധി വന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാനും സാധിക്കുന്നുള്ളൂ. കാരണം വെറും ആരോപണങ്ങളാണോ, പണ്ട് സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി പറഞ്ഞ മാതിരി മറ്റു പാർട്ടികളിലെ നല്ല ചെറുപ്പക്കാരെ കുറിച്ചുള്ള അനാവശ്യമായ ആരോപണങ്ങളാണോ വന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. താങ്കളുടെ ഒരു വീക്ഷണത്തിൽ, കാരണം സാമൂഹിക രംഗങ്ങളിൽ വളരെ സജീവമായ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിൽ എന്തായിരിക്കും വസ്തുത? ഇതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഇപ്പൊ സിനിമാ രംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും അതിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആൾക്കാരായിട്ട് ഫ്രണ്ട് ലൈൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, സെലിബ്രിറ്റികൾ നമുക്ക് പറയാം, എല്ലാവരും ഏതാണ് അവരുടെ ജീവിതം കൊണ്ട് അവർ മാതൃക കാണിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ലാത്ത ഒരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ വരുന്നു, അതുപോലെ തന്നെ ഇങ്ങനത്തെ പെൺ വിഷയങ്ങൾ. അതെ, നമ്മളിപ്പം പറയുന്ന ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഈ പെൺ വിഷയം തന്നെ ആയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഷൈജു പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നത് ഈ പറയുന്ന പോലെ എന്തോ ഒരു ശരികേട് ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള ഒരു ധ്വനി അവിടെ വരുന്നുണ്ട്. അത് ചില സാഹചര്യങ്ങൾ ഇപ്പം നമ്മൾ പറയുന്ന മാതിരി ഇപ്പം താങ്കൾക്കെതിരെ ഞാനൊരു ആരോപണം 10 പേരോട് പറയാണ്. ഈ കേൾക്കുന്ന ഇപ്പം താങ്കൾ ഒരു പെണ്ണുമായിട്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ന് 10 പേരോട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് 7 പേരും അത് വിശ്വസിക്കുന്നവർ, 3 പേര് താങ്കൾ പറയുന്നത് വിശ്വസിക്കുന്നവരായിരിക്കും. കറക്റ്റ്. ഇതൊരു ഗീബൽസിയൻ സിദ്ധാന്തമാണ്. ഒരു കള്ളത്തരം നിങ്ങൾ 10 തവണ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതങ്ങ് വിശ്വസിക്കും. മജോറിറ്റി എന്താണോ പറയുന്നത് അതാണ് ശരി എന്നുള്ള രീതിയിൽ. ഇപ്പം ഇവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണ വിധേയനായ വ്യക്തി അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. നമ്മളിപ്പോഴും പറയുന്ന ആരോപണ വിധേയൻ. പക്ഷെ ഇതിന് വ്യക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്നിട്ട് മാത്രമേ അങ്ങനെ വിധിക്കാവുള്ളൂ. അല്ല, ഇന്നിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടില്ല. രാഷ്ട്രീയമായ ഒരു വിളവെടുപ്പ്, കാരണം പ്രതിപക്ഷമാണെങ്കിൽ അവർക്ക് എന്ത് നേട്ടം അതിൽ നിന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അവരുടെ സൈബർ ആർമി മൊത്തം അതിനുവേണ്ടി നിൽക്കുന്നു. അതുപോലെ തന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ പഴയ സന്ദേശ സിനിമയിലെ ഡയലോഗുകളുമായിട്ടും വരുന്നു. അന്നേരം ഇതിൽ നിന്നും നമുക്ക് എന്താണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള നമ്മുടെ നാടൻ രീതി പറഞ്ഞാൽ അലക്കായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള അലക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ സ്വാധീനം അത് മാറ്റിവെച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ നമ്മുടെ ആരോപണ വിധേയനായ വ്യക്തി അങ്ങയുടെ പവർ വെച്ചിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകളോട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ മനഃപൂർവ്വം, അതായത് ഒരു യുവാവ് ഒക്കെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു, അദ്ദേഹം വളർന്നു, അദ്ദേഹം ഒരു സ്ഥാനത്തെത്തുമ്പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് തോന്നുന്ന ഇത്രയും യുവത്വത്തിൽ തന്നെ നേതാവാകാൻ പറ്റിയ വളരെ അപൂർവം നേതാക്കന്മാരെ കോൺഗ്രസിലാണേലും മറ്റു പാർട്ടികളിലാണേലും ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും പെട്ടെന്ന് വളർന്നു വരാൻ പറ്റിയ നേതാക്കന്മാർ വളരെ കുറവാണ്. കറക്റ്റ്. അങ്ങനെ വന്ന ആള് അതിനെ നമ്മൾ വ്യക്തമായിട്ട് എന്താണ് ചിന്തിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന പോലെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം നമ്മളെ വ്യക്തമായിട്ട് അന്വേഷിക്കണം. അതായത് അങ്ങനെ മനഃപൂർവ്വം ഇപ്പം പാർട്ടിക്ക് അകത്തുള്ളവരോ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളോ അങ്ങനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണോ എന്നുള്ളത് അന്വേഷിക്കണം. കാര്യം ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ശരിയാണ്,
അവര് 5 വർഷം മുമ്പുള്ള ചാറ്റ്, 3 വർഷം മുമ്പുള്ള ചാറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം അത് എന്തുകൊണ്ട് അവർ അന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കാം. പക്ഷെ അന്ന് പറയേണ്ട കാര്യമില്ല. അതെങ്ങനെയാ വരുന്നത് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരാരാ? ഈ പറഞ്ഞിരിക്കുന്ന മീഡിയയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാര്, സെലിബ്രിറ്റി ആയിരുന്ന ആൾക്കാര്. അവർക്ക് അന്ന് തന്നെ എന്തുകൊണ്ട് ശക്തമായിട്ട് പ്രതികരിച്ചുകൂടാ? അത് പലരും എതിർ പാർട്ടികളുടെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന പല ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അന്നേരം അവർ ആരോപണം ഉന്നയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സാധാരണ ആൾക്കാർക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അവരുടെ കൂടെ പലയിടത്തും നിന്ന ഒരു വ്യക്തി വന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശരിയാണോ അതോ പണ്ട് ശങ്കരാടി പറഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞ മാതിരിയുള്ള ഒരു കാര്യങ്ങളാണോ നടക്കുന്നതെന്ന്. അത് തന്നെ. അത് ശരിക്കും പറയാൻ ഇപ്പം സെലിബ്രിറ്റികളുടെ കൂടെ ഒരു ഫോട്ടോ വരുന്നു എന്നുള്ളതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. പലപ്പോഴും സെലിബ്രിറ്റികൾക്ക് അറിയാൻ പറ്റില്ല കൂടെ നിൽക്കുന്ന ആരാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ സെലിബ്രിറ്റികളുടെ കൂടെ ഇതിലാണ് ഫോട്ടോ നിൽക്കുന്നത്. ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരും സിനിമാക്കാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഫോട്ടോ എടുക്കും, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ അതിനകത്ത് യാഥാർത്ഥ്യം എന്താണ്? മനഃപൂർവ്വം അവരെ ചെളിവാരി തേക്കാൻ വേണ്ടി ആണോ ഈ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ അത് കണ്ടുപിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ നേതാവിനെ വെറുതെ ടാർഗറ്റ് ചെയ്യുന്നതിന് തുല്യമാകും. ഇപ്പം ഇവിടുത്തെ പല നിയമങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, ഒരുപക്ഷെ ആവശ്യമാണ്. എവിടെ ആവശ്യമാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ആരോപണ വിധേയകൾ, അല്ലെങ്കിൽ ആരോപണ വിധേയകളല്ല, ആരോപണം ഉന്നയിച്ചിരിക്കുന്നവര് അവര് സെലിബ്രിറ്റികളാണ്. അവര് മീഡിയയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാര്. മീഡിയ ആണ് ഒരു കണക്കിന് പറഞ്ഞാൽ ഫോർത്ത് പ്രസ്. അതുപോലെ ഇപ്പം സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാര്, അവർക്ക് ഈ ഇതുപോലുള്ള ചൂഷണങ്ങൾ വരുമ്പോൾ പ്രതികരിക്കേണ്ടവര്, അവർ ആദ്യമേ പ്രതികരിക്കേണ്ട ആൾക്കാരാണ്. അവര് പ്രതികരിക്കുന്നില്ല. എന്നാൽ ഇതേപോലെ തന്നെ ചൂഷണ വിധേയരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ പാവങ്ങൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സിനിമാ ഫീൽഡിലാണെങ്കിലും വരുന്നു ഒരു സഹനടിയായിട്ടോ അല്ലെങ്കിൽ ഡാൻസറായിട്ടോ അങ്ങനെയൊക്കെ വരുന്നവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അവര് ഒരുപക്ഷെ അവസരങ്ങൾ കാത്തും ഒക്കെ അവര് സമയമെടുക്കാം. ഒരു ഫ്രണ്ട് ലൈൻ ആൾക്കാര് അത്രയും സമയം എടുക്കേണ്ട കാര്യമില്ല. അവര് ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം താങ്കൾ ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. താങ്കൾക്കെതിരെ ഇതുപോലത്തെ എന്തെങ്കിലും ആരോപണങ്ങളോ അല്ലെങ്കിൽ താങ്കളെ താറടിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളോ എന്തെങ്കിലും താങ്കൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് ഇതുപോലുള്ള ഒരു ആരോപണങ്ങൾ വന്നിട്ടില്ല. എങ്കിലും ഈ പറഞ്ഞിരിക്കുന്നവരേതാണ് ഇവൻ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള താങ്കളുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണോ അതോ മറ്റു പാർട്ടികളിൽ നിന്നാണോ അത് വന്നിരിക്കുന്നത്? പാർട്ടികൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില വ്യക്തികളിൽ നിന്ന് അതുപോലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ കാണുന്നത്, നമുക്കറിയാം നമ്മൾ ആരാണെന്ന്. നമ്മളൊക്കെ അതുകൊണ്ട് നമ്മൾ അതിന്റെ പേരിൽ തളരേണ്ട ഒരു കാര്യമില്ല. ഒരുപക്ഷെ ഈ ആരോപണ വിധേയനും ഇതിപ്പം മീഡിയയെ കാണുമ്പോൾ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കങ്ങോട്ട് 100% പറയാൻ പറ്റിയില്ല ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ ഫുള്ളി കോൺഫിഡന്റ് ആണോ എന്നുള്ള കാര്യത്തില്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫിലിം ഫീൽഡിലാണേലും രാഷ്ട്രീയ രംഗത്താണേലും ഒരാൾ വളർന്നു വരുന്ന ജനങ്ങളുടെ ഒരു പിന്തുണ കൊണ്ടാണ്. രാഷ്ട്രീയ രംഗത്താണ് അണികളുടെ ആണെങ്കിൽ, സിനിമാ രംഗത്താണെങ്കിൽ ആരാധകരുടെ ഒരു വൃന്ദത്തിന്റെ സപ്പോർട്ടോടെയാണ് നടനാണേലും രാഷ്ട്രീയക്കാരനാണേലും വളർന്നു വരുന്നത്. അവര് നല്ലൊരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. പക്ഷെ ഇത് ശരിയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വളരെ മോശമായ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നില്ല. അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരിക്കുന്ന കാര്യം സത്യമാണെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ശിക്ഷയ്ക്ക് അർഹനാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അന്നേരം നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികളും കൃത്യമായി ഇതിനെക്കുറിച്ച് ഒരു വിശകലനം നടത്തി ജനങ്ങൾക്ക് കൃത്യമായുള്ള ഒരു മറുപടി തരട്ടെ. ജനങ്ങൾ അതുവരെ ഇതിൻ്റെ അകത്ത് ആരുടെയും പക്ഷം പിടിക്കാതെ തീർച്ചയായും ഒരു ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ആധികാരികമായിട്ട് ഒരു എന്തെങ്കിലും പറയാനുള്ളത്? ഇല്ല, അത് സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെലിബ്രിറ്റികൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ സെലിബ്രിറ്റികളായത് അവരുടെ ഈ പ്രേക്ഷകർ മൂലമോ രാഷ്ട്രീയ നേതാക്കന്മാരായത് അവരുടെ അണികൾ മൂലമാണ്. അവിടെ ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ പോലെ അവനവന്റെ ജീവിതമായിരിക്കണം അവന്റെ സന്ദേശം. അത്
ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണെങ്കിലും ഇപ്പം സെലിബ്രിറ്റികളുടെ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ജീവിതം അവരുടെ മാതൃകയാക്കി അവരുടെ ജീവിതം ഒരു സന്ദേശമാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ ഏതാണ് ഗാന്ധിജി പറഞ്ഞ മാതിരി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം, അതുപോലെ എല്ലാവരും ആകണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.